ഞാൻ എൻ്റെ കുട്ടികളോട് ദുനിയാവിൻ്റെ കളിയിലൊന്നും പെടേണ്ട കുട്ടികളെ. ദുനിയാവ് അവസാനിക്കാനായിട്ടുണ്ട്, അടുത്ത് അവസാനിക്കും. സത്യമാണ് ഈ പറയുന്നത്. ഇതിനപ്പുറം എനിക്ക് പറയാൻ പറ്റൂല. അതിമൊരു പ്രശ്നം ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ദുനിയാവിടാ അടുത്ത് അവസാനിക്കും, എല്ലാം തകരും, ഒരു സംശയം വേണ്ട. പണ്ഡിതന്മാർ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വൃത്തികെട്ടവരായി മാറും, സംശയിക്കണ്ട. ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും മോശപ്പെട്ടവർ ആലിമീങ്ങളായി മാറും. നല്ലവരില്ല എന്നല്ല, നല്ലവർ അപൂർവമായിരിക്കും, മോശപ്പെട്ടവർ വെലസും. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? വലിയ അങ്ങോട്ട് പിടിക്കന്നെ, വലിയടത്തിന് പിടിക്കന്നെ. മനസ്സിലായില്ലേ? വലിയ സ്ഥലമാണ് എന്ത്? മുത്തുനബി. അവിടുത്തെ പ്രേമഭാചനമാണ് ആര്? ഖദീജ. ചിന്തിക്ക്, ഖദീജക്കൊരു ഫാത്തി ഓടിയ ഒരാളെ മറക്ക റസൂലാക്ക് പറ്റൂല. കാരണം ഭയങ്കര ഇഷ്ടാണ്. ആര്? ഭയങ്കര ഇഷ്ടല്ലേ? എന്തിനാണ് നബിയെ ആ സ്ത്രീക്ക് ഞങ്ങൾ ഭക്ഷണം ഇറച്ചി എത്തിച്ചു കൊടുക്കുന്നുണ്ട്? അപ്പോൾ പറയും അവർ ഖദീജയുള്ള കാലത്ത് ഇടയ്ക്കിടെ നമ്മളെ വീട്ടിൽ വരാറുണ്ടായിരുന്നു, അതുകൊണ്ട് അവരെ മറക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഖദീജ ബി വഫാത്തായിട്ട് സ്നേഹിതകളെ ബഹുമാനിക്കും റസൂലുള്ളാഹ്. കാരണം ആരെ സഹോദരി, ആരെ സ്നേഹിതയാണ്? ഖദീജയുടെ സ്നേഹിതയാണ്, മറക്കാൻ പറ്റൂല. അതാണ് ഖദീജ. അൽഹംദുലില്ലാഹ് എന്ന് പറയും. അങ്ങനത്തെ ഒരു ക്ലാസ് എടുക്കാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് തന്നില്ലേ? പറയും കുട്ടികളെ അൽഹംദുലില്ലാഹ് എന്ന് പറയും കുട്ടികളെ. അവരല്ലേ സിറാത്തല്ലദീന, അവരല്ലെങ്കിൽ ആരടാണ് അത്? പിന്നെ വേറെ ചിന്തിക്കണം. അവരെ പറ്റി എപ്പോഴും പറയും മുത്ത് മുഹമ്മദ് മുസ്തഫ. അവരെ കാര്യം പറഞ്ഞാൽ ദേഷ്യം പിടിക്കും. ആരെങ്കിലും പറയാൻ ഇത് ഖദീജ വേറെ പെണ്ണുങ്ങൾ ദുനിയാവിൽ ഇല്ലാത്ത പോലല്ലേ ഏത് നേരം ഖദീജ ആയിഷാ ബീവി പറയും. ദേഷ്യം പിടിക്കും. എന്താ വിചാരിച്ച്? മനസ്സിലായില്ല. കാരണം എപ്പോഴും ഇങ്ങനെ പറയാം. ആരെ പറ്റി? ഖദീജ ഇങ്ങനെ പറയും. അപ്പോൾ ആയിഷാ ബീവി പറയാണ്, ദുനിയാവിൽ വേറെ ഒരു പെണ്ണുങ്ങളില്ലേ? വെറും ഏത് നേരം ഒരു ഖദീജ. അപ്പോൾ ദേഷ്യം പിടിക്കും. ഖദീജന്റെ ഞാൻ റസൂലുള്ളാഹി പ്രശംസിക്കുമ്പോൾ അതിലെന്ന് ഇടപെടും. ചിലപ്പോ എന്ത് ചെയ്യും? ആയിഷാ ബീവി പറയാണ്, എനിക്ക് ദുനിയാവിൽ ഒരാളോട് ഒരു വിഷമം തോന്നിട്ടുണ്ടെങ്കിൽ അത് ആരോടാണ്? നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും റസൂലുള്ളാഹിക്ക് അതൊന്നും പറയല്ല. ഖദീജ ചിലപ്പോൾ ദേഷ്യം വരും. നമ്മൾ എത്ര ഭാര്യയോടും കാര്യമല്ല, പിന്നെ പറയാം ആരെ പറ്റിയാണ്. അപ്പൊ ഞാൻ ചോദിക്കും, ദുനിയാവിൽ വേറെ പെണ്ണില്ലാത്ത പോലെയാണല്ലോ, എന്ത് ചെയ്തെന്നാലും പിന്നെ പറയും ഖദീജ. ആ തള്ളച്ചിക്ക് നിങ്ങളെക്കാളും 15 വയസ്സ് കൂടുതലല്ലേ? ബിക്റായ എന്നെ പോലത്തെ പെണ്ണുങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് കെട്ടിച്ചെന്നില്ലേ? എന്നിട്ട് ആ ഒരു തള്ള 2 ഭർത്താക്കന്മാർ ഒഴിവാക്കിയ തള്ളന്റെ പിന്നാലെ എപ്പോഴും പറയുന്നത്. അപ്പൊ ദേഷ്യം പിടിക്കും. എന്താ ഖദീജ എന്ന് വിചാരിച്ച് ദേഷ്യം പിടിക്കുന്ന സന്ദർഭമാണ് എന്ത്? ഖദീജക്ക് എന്താന്ന് ഒരാൾ ചോദിച്ചാൽ മതി, അപ്പൊ ദേഷ്യം പിടിക്കും. എപ്പോഴും അദ്ദേഹം അറിയിരിക്കും എന്നല്ലാത്തൊരു വർത്താനം ഉണ്ടാവില്ല റസൂലുള്ളാഹിക്ക്. തന്നെക്കാൾ എത്ര വയസ്സാ? 15 വയസ്സ് കൂടുതലാ ഖദീജ ബീവിക്ക്, മുത്തുനബിയേക്കാൾ. എന്തൊരു സ്നേഹമാണത് പഠിച്ചവനെ. ചിന്തിക്ക്. അല്ലാഹു തആല അവരുടെ ഹദറത്തിലേക്ക്, മുത്തുനബിയുടെ ഹദറത്തിലേക്ക്, അവിടുത്തെ സഹധർമ്മിണിയും പ്രേമഭാജനവുമായിരുന്ന ഖദീജ ബിൻറെ ഹദറത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവരെ കൊണ്ട് അല്ലാഹു നമുക്ക് ബറക്കത്ത് തരട്ടെ. ദുനിയാവ് ആഖിറ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു ദുനിയാവിനെ ഖൽബ് വെളുപ്പിച്ചു തരണം. അതാ വലിയ കാര്യം. നമ്മളെ ഖൽബിനെ ഇത് കാരണം വെളുപ്പിച്ചു തരണമേ തമ്പുരാൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പിന്നെ ويثني عليها كرامة منه لها وإذا النبي صلى الله عليه وسلم وهي زوجته رسول الله الله تعالى നബിയാക്കി തിരഞ്ഞെടുത്തപ്പോൾ ഖദീജ ബീവി ഹബീബായ നബിയുടെ ഭാര്യയാണ്. വേറെ ഒരു ഭാര്യയില്ല. ഖദീജ ബീവി വഫാത്താവുന്ന വേറെ ഒരു കല്യാണവും കഴിച്ചിട്ടുമില്ല. എന്തിനാ പറയുന്നത്? തായിഫിലേക്ക് പോകാൻ കാരണം എന്താ? തായിഫിലേക്ക് ആരെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് കുടുംബത്തെ അന്വേഷിച്ചപ്പോൾ റസൂലുള്ളാഹി എവിടേക്ക് പോകും? എന്താ കാരണം? ഖദീജ ബീവി മരിച്ചു. റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവിയുള്ള കാലത്ത് ഖദീജ ബീവിനെ മതി. ഭയങ്കര ത്രാണിയാണ്.
ഖദീജാന്റെ ഭർത്താവാണ് റസൂലുള്ളാഹ്. ഖുവൈലിദിന്റെ ഒരു റൊട്ടി തിന്നാത്ത ഒരാൾ അന്ന് മക്കയിലില്ല. ഖുവൈലിദിന്റെ ഒരു നേരത്തെ റൊട്ടി തിന്നാത്ത ഒരാൾ മക്കയിലില്ല. ആ ഖുവൈലിദിന്റെ മകളാണ് ആര്? ഖദീജ. ഖദീജാന്റെ ഭർത്താവ് കാരണം ഭയങ്കര സ്ഥാനാണ്. ഒരാൾക്ക് വിരലനക്കാൻ കഴിയാത്ത സ്ഥാനമാണ് ആരെ ഭർത്താവാകല്. ഖദീജ ബി വഫാത്തായ റസൂലുള്ളാഹിന്റെ ചിറകറ്റത് വലിയായി. അതിനുശേഷമാണ് എങ്ങോട്ട് പോണത്? തായിഫിലേക്ക് പോണത്. രണ്ടാളുടെ മരണം, ഒന്ന് ഖദീജ, ഒന്ന് അബൂ താലിബ് എന്നവര്. മനസ്സിലായില്ലേ? ആദ്യം മുസ്ലിമായ മഹദിയായ ഖദീജ ബിവിയാണ് സ്ത്രീകളിൽ നിന്നും. ഫകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്ബിറുഹാ ബിമാ യുശാഹിദു മിനൽ വഹി. വഹിയിൽ നിന്ന് വരുന്നത് ആദ്യകാലത്ത് റസൂലുള്ളാഹി പറഞ്ഞത് ഖദീജ ബിവിയോടാണ്. ഒന്നാമത്തെ വഹി വരെ പറഞ്ഞത് ആരോടാ? അതേപോലെ വഹിയിൽ വന്ന ആദ്യം ഖദീജ ബിവിയോട് പറയാം. ആദ്യം ഖദീജ ബിവിയോട് പറയാം. ഉറപ്പല്ലേ? ഈ ഇഖ്റ ആദ്യം കേട്ടാരാ? കുട്ടികളെ പറയേ, ഈ ഇഖ്റ ആദ്യം കേട്ടാളാരാ? اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. തന്നെ ആദ്യം കേട്ടത് മുത്തുനബി എന്ന് കേട്ടത് ഖദീജ ബിവിയാണ് റളിയല്ലാഹു അൻഹാ. ആദ്യം മുസ്ലിമായതും അവരാണ്. ആദ്യം പരിശുദ്ധ വഹി കേട്ട ആളും ഖദീജ ബീവിയാണ്. വഹി വന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് അത് ആദ്യം പറഞ്ഞിരുന്ന ഖദീജ ബീവിയുടെ മരണം വരെ ആദ്യം പറയാ ആരോടാണ്? ഖദീജയോടാണ്. പറഞ്ഞു, ഖദീജ എന്നെ ആരോ പേടിപ്പിച്ചു. അപ്പൊ പറയാ പേടിപ്പിക്കൂല. വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ ഇന്നക ലതസിലു റഹ്മ വതഹ്മിലുൽ കല്ലാ വതുഖരിൽ ലൈഫാ വതസ്ബിറു അലാ നവാഇബിൽ ഹഖ്. ഒന്നും പറ്റൂല, നിങ്ങൾക്കൊന്നും പറ്റൂല. നിങ്ങൾ കുടുംബ ബന്ധത്തെ ചേർക്കുന്ന ആളാണ്. നിങ്ങൾ വിരുന്നുകാരെ ഊട്ടുന്ന ആളാണ്. നിങ്ങൾ മറ്റുള്ള ഒരു പ്രയാസം സ്വന്തം ചുമലിൽ വഹിക്കുന്ന ആളാണ്. നിങ്ങൾ എവിടെയെങ്കിലും സത്യത്തിനൊരു പ്രയാസമുണ്ടെങ്കിൽ അതിനെ സ്വന്തം ഏറ്റെടുത്ത് സത്യത്തെ വിജയിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കൂല. ആരുപദേശിച്ച് പക്വതയുള്ള പെണ്ണ് ഞാൻ നബിയായി വന്നതാണ്, അതുകൊണ്ട് ഇനി മുതൽ ഇങ്ങനെയൊക്കെ നടക്കണട്ടോ എന്ന് നബി അങ്ങോട്ട് പറയുന്ന മുമ്പ് എന്നെ ആരോ പേടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഉപദേശം ആദ്യത്തെ ഉപദേശം നബി ഖദീജ ബിവി അല്ല. ഖദീജ ബിവി ഇങ്ങോട്ട് ആ പെണ്ണിന്റെ ഉത്തരവാദിത്വമൊക്കെ ഭയങ്കരാണ്. അതന്നെ പെണ്ണ്. ഇന്നക ലതസിലു റഹ്മ വതഹ്മിലുൽ കല്ല വതുഖരിൽ ലൈഫാ വതസ്ബിറു അലാ നവാഇബിൽ ഹഖ്. വഹി വന്നാൽ ആദ്യം പറയാ ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ എന്നെ. അപ്പോൾ ഫതുസബ്ബിതുഹു റസൂലുള്ളാഹിക്ക് ധൈര്യം കൊടുക്കും. ആര്? ഖദീജ ബിബി. ധൈര്യം പേടിക്കണ്ട. വതുഅല്ലിമുഹു ദീന റസൂലുള്ളാഹിക്ക് പഠിപ്പിക്കും. വതുഅല്ലിമുഹു അങ്ങോട്ട് പഠിപ്പിക്കും. റസൂലുള്ളാഹിക്ക് ധൈര്യം കൊടുക്കും. ആര്? എന്താ പറയാ? ഇന്നക നബിയുൻ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അല്ലാഹുവിന്റെ നബിയാണ്, നിങ്ങൾ എന്തിനാ പേടിക്കണത്? നിങ്ങൾ അതിനേറ്റക്ക്. മനസ്സിലായോ പറഞ്ഞത്? ഭയങ്കര പ്രയാസമുള്ള ഘട്ടങ്ങളിൽ ധൈര്യം ആരാ കൊടുക്കുക? ഈ മുസമ്മിൽ ആരാ? മൻസമ്മലത്ത് ഖദീജ. എന്ത് വിഷയം ഉണ്ടെങ്കിലും ആദ്യം ഓടി വരെ ആരെടുത്തേക്കാ? ഖദീജ എന്നെ വന്ന് പുറപ്പെട്ട് മൂടിക്കൊണ്ട എന്ന് പറഞ്ഞ് ഓടി വരിക. അപ്പോൾ ഫസമ്മലത്. അപ്പൊ റസൂലുള്ളാഹ് എന്നെ ലാളിക്കുന്ന കുട്ടിയെ പോലെ എന്ത് ചെയ്ത് പുറപ്പെട്ടു. അതിലേക്കാണ് യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا. പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ എന്നാണ് ആയത്തൊന്നു. ആരോ കൊടുത്ത് സമ്മലത്തുഹു ഖദീജ. പുതപ്പിട്ട് കൊടുത്ത ആരാ? ഖദീജ ബീവി. പുതപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നവനെ എന്ന് വിളിച്ചു റസൂലുള്ളാഹിനെ. യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നവനെ. ആരാ പുതപ്പിട്ട് കൊടുത്തത്? ഖദീജ. എന്താ നിങ്ങളെന്താ ചിന്തിക്കാത്തതൊക്കെ? നീ ഒന്ന് പുതപ്പിട്ട് മൂടിക്കൊണ്ട ഖദീജ, നീ ഒന്ന് പുതപ്പിട്ട് മൂടിത്ത ഖദീജ എന്ന് പറഞ്ഞ് ഓടി വന്നു റസൂലുള്ളാഹി ഖദീജാവിന്റെ അടുത്തേക്ക്. അപ്പൊ റസൂലുള്ളാഹി എന്ത് ചെയ്ത്? പുതപ്പിട്ട് കൊടുത്ത്.
പരിലാളിച്ച കുട്ടിയെ പോലെ പുറപ്പെട്ട് ലാളിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും ജിബ്രീൽ വന്നു, യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പിൽ കിടക്കുന്നവനെ. ആരാ പുതപ്പിൽ കിടത്തിയത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. വറക്കബറ റളിയല്ലാഹു അൻഹാ. എന്താ ധൈര്യം കൊടുക്കുക? വതുഅല്ലിമു, നബിയെ പഠിപ്പിക്കും. വതുസബ്ബിതുഹു, ധൈര്യം കൊടുക്കും, സ്ഥിരത കൊടുക്കും. വതുഅല്ലിമുഹു, റസൂലാനെ പറ, റസൂലാനെ പഠിപ്പിക്കും. എന്നിട്ട് പറയും, ഇന്നക നബിയുൻ, നിങ്ങൾ നബിയല്ലേ, ഇന്നക ഇൻദല്ലാഹി കരീം, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ ആളല്ലേ, നിങ്ങൾ എന്തിനാ പഠിക്കണ്? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. ഇന്നക നബിയുൻ, നിങ്ങൾ നബിയല്ലേ, ഇന്നക ഇൻദല്ലാഹി കരീം, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കരീമായ ആളല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മാന്യനായ ബഹുമാനിയായ ആളല്ലേ എന്ന് പറയും. ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. പിന്നെ അള്ളാഹ്ക്ക് ആരാധിക്കാൻ വേണ്ടി പോകും. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് 2 നേരം ഭക്ഷണം കൊണ്ടുപോകും ഖദീജ. 55 വയസ്സാ. അത് മനസ്സിലാക്കണമെങ്കിൽ ഇറാഖുയിൽ കയറണം. ദിവസം 2 നേരം ഭക്ഷണം കൊണ്ടുപോകും. പഠിച്ചവനെ അല്ലാഹ്, അവരെ ദറജ കൊണ്ട് അല്ലാഹ് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഉമ്മാനെ സ്നേഹിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തോ പണ്ടേ ഖദീജവിന് ഭയങ്കര ഇഷ്ട. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ക്ലാസ്സിന് അല്ലാഹു തൗഫീഖ് ആണെന്ന് ഇങ്ങനെ തോന്നുന്നത്. പണ്ടേ ഒരു ഹബ്ബ് എന്ന് പറഞ്ഞ ഒരു അതിരറ്റ ഹബ്ബാണ് എൻ്റെ കൽബിൽ ഖദീജ ബീവിയോട് റളിയല്ലാഹു അൻഹ. മറ്റു ഭാര്യമാരോട് ഇല്ല എന്നല്ല, ഭയങ്കര സഹിക്കാൻ കഴിയില്ല, ഭയങ്കര ആളാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ പറ, ഖദീജ. ഞാൻ എൻ്റെ ഒരു മോൾക്ക് ഖദീജ എന്ന് പേരിട്ടിട്ടുണ്ട്. ആരെങ്കിലും മകൾക്ക് ഖദീജ എന്ന് പേരിട്ടവരുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. 1 2 അൽഹംദുലില്ലാ 3 ഹംദ്. ഇനി എന്താ? ഇനി ആരെങ്കിലും പെൺകുട്ടിയെ തരികയാണെങ്കിൽ ബാക്കിയുള്ളവരും കൂടി പേരിട്ടാളി. അല്ലാഹു തആല അങ്ങനത്തെ പേര് എന്തിനേയും ബികറാമത്തി ഹബ്ബിൻ നബിയിൽ മുസ്തഫ ഖദീജ, റസൂലുള്ളാഹിന്റെ പ്രേമഭാജനത്തിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മളെ കുട്ടിയൊക്കെ എന്ത് പേരിടുക? ഖദീജ. ഞാൻ എൻ്റെ ഒരു മോൾക്ക് ഖദീജ എന്നാണ് പേരിട്ടത് റളിയല്ലാഹു അൻഹാ. അവരോടുള്ള കറാമത്ത് ബഹുമാനം. 2 നേരം ഭക്ഷണം കൊണ്ടുപോകും ഹിറാ ഗുഹയിലേക്ക് ഖദീജത്തുൽ കുബ്രാ. അന്ന് കയറി നോക്കി. നമ്മളിപ്പോ ആരോഗ്യവാന്മാർക്ക് കയറാൻ കഴിയില്ല, നമ്മളിപ്പോ നല്ല യുവാക്കൾക്ക് കയറാൻ കഴിയില്ല. കയറിയിട്ടില്ലേ? കയറിയവര് കൈപ്പൊക്കി. ഇൻഷാ അല്ലാഹ് ഇനി ഒരിക്കൽ നമുക്ക് ഒന്നിച്ച് കയറാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു പഠിച്ചവനെ നമുക്ക് ഒന്നിച്ച് കയറണം ഇൻഷാ അല്ലാഹ്. ഒന്നിച്ച് ഹിറാ ഗുഹയിൽ കയറാൻ പഠിച്ചവൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇപ്പൊ ക്ലാസിന്റെ നേതൃത്വത്തിൽ ഒരു യാത്ര അല്ലാഹു നമ്മളെ സഹായിച്ചാൽ, ആയിട്ടില്ല, സമയമായിട്ടില്ല, ഞങ്ങളോട് പറയും, സമയമാകുമ്പോ പറയും. ചിന്തിക്കുക, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഹബീബിന് ഭക്ഷണം കൊണ്ടുപോകും. ഒരു ദിവസം 1 2 തവണ ഭക്ഷണം കൊണ്ടുപോകും ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ. 55 വയസ്സായ കിളവിയാണ് അന്ന് ഖദീജ റളിയല്ലാഹു അൻഹാ. ചില രാത്രി റസൂലുള്ളാഹിന്റെ കൂടെ താമസിക്കും, ഒപ്പം നിന്ന് കൊടുക്കും. ആര്? എന്നാലും ഒന്ന് ദേഷ്യപ്പെട്ടൂടെ? എന്ത് വിചാരിച്ച ഇവിടെ വന്ന് കൂടുന്നത്? ഇവിടെ എന്താ അച്ചോടണ്ട? അന്നത് നബിയാക്കിയിട്ടില്ലല്ലോ. ശത്രുക്കൾ ഭയക്കൂലേൻ, അതൊന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല. അതൊന്നും ഖദീജ ബീവിക്ക് പേടിയില്ലേ? ഒരു പേടിയും ഇല്ല. അങ്ങനെ ചരിത്രത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത എത്ര പെണ്ണുങ്ങളാണുള്ളത്? എന്തുകൊണ്ട്? വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദ്. ഇതിനൊക്കെ കാരണമുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ഖദീജക്ക് ഒരു പേടി ഉണ്ടാവില്ല, അതിന് കാരണമുണ്ട്. ഖദീജ കാത്തിരുന്ന ആളാണ്. ഞാൻ കാരണം പറഞ്ഞുതരാം. കാത്തിരുന്ന ആളാണ്. ഇതാണ് കഴിയട്ടെ, കാരണം പറഞ്ഞുതരാം. എന്തുകൊണ്ട് അങ്ങനെ താക്കല്ല? ഈ ആള് നബിയാണതിന് മുമ്പ് തന്നെ ഖദീജക്ക് അറിയും എന്ത് നബിയാവും. അതാ വിഷയം. മനസ്സിലായില്ല? ഈ ആൾക്ക് അറിയുന്നതിന് മുമ്പ് ആൾക്കറിയും, ഖദീജക്ക് അറിയും ഇത് നബിയാവുന്നു. അവിടെ കണക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് നബിയാകുമെന്ന് ആർക്കറിയും? ഖദീജക്ക് അറിയും. അങ്ങനത്തെ സംഭവമുണ്ട്. അപ്പൊ ഖദീജ ബീവി കാത്തിരിക്കുന്നല്ലേ ഈ മനുഷ്യൻ എന്ത് ചെയ്തു കൊടുക്കുമല്ലോ. ഗുഹയിലെ മുകളിലേക്ക് കൊണ്ട് നിങ്ങൾ എന്തിനാ അവിടെ ഇരിക്കണത്? ഒന്നുമില്ല, ഒരു വർത്താനമില്ല. ഇവിടെ വരും. ചില രാത്രി റസൂലുള്ളാഹിന്റെ അവിടെ താമസിക്കും. നേരം വെക്കുമ്പോൾ വൈകുന്നേരം ഭക്ഷണം കൊണ്ട് വരും. അങ്ങോട്ട് കുത്തിപ്പിടിച്ച് കയറി വരിക. ചിന്തിക്ക്, അങ്ങനെ ഒരു അനുഭവം ഒന്നും ഒരാൾക്കും ഇല്ല. റബ്ബിന്റെ ഇബാദത്ത്
സമയത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം നബിയിലേക്ക് കൂട്ടി കൊടുക്കുകയും ചെയ്യും. ഒക്കെ റസൂലുള്ളാഹി കൊടുക്കും, എല്ലാം റസൂലുള്ളാഹിലേക്ക് ചേർത്ത് കൊടുക്കും. ഖദീജ റളിയല്ലാഹു അൻഹ ഒരു സംഭവമുണ്ട്. എന്താ സംഭവം? ചെറുപ്പകാലത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചെറുപ്പകാലം കൂട്ടുകാരികളുമായിട്ട് തവാഫിന് വന്നതാ. സംഭവം പറഞ്ഞുതരാം. കൂട്ടുകാരികളുമായി തവാഫിന് വന്നതാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അങ്ങനെ തവാഫെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കണ നേരത്ത്, തവാഫെല്ലാം കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് ഒരു ബഹളം ഇങ്ങനെ നടക്കുന്നുണ്ട് മത്താഫില്. അപ്പൊ ആ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കി. മനസ്സിലായില്ല പറഞ്ഞത്? പണ്ട് പഴയ കാലത്തൊരു സംഭവം പറയാണ്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയും കൂട്ടുകാരികളും കൂടിയിട്ട് കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു. അപ്പൊ എല്ലാരും ഒന്നിച്ചിങ്ങനെ ഇരിക്കാണ്. ആര്? കൂട്ടുകാരികളുണ്ട്, ആരുണ്ട്? ഖദീജ ബിബി ഉണ്ട്. ഇങ്ങനെ ഇരിക്കാണ്. ആ നേരത്തെ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു. അപ്പൊ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. അപ്പോൾ ഒരു ഹബ്റു മിനൽ യഹൂദ്, പ്രത്യക്ഷത്തിൽ കണ്ടാൽ തന്നെ ഒരു യഹൂദി പുരോഹിതനാണെന്ന് തോന്നുന്ന ഒരാള് ഇങ്ങനെ മത്താഫിൽ എണീറ്റ് നിൽക്കുന്നുണ്ട്. ഒരാള്, അയാള് ഈ ആള് പിന്നെ അവിടെ ഇങ്ങനെ മാറിയിരുന്നു. കഅബാലയത്തിനെ തവാഫൊക്കെ ചെയ്ത് പണ്ട് ചെറുപ്പകാലത്ത്, മനസ്സിലായില്ല, കെട്ടിക്കളീന്റെ ഒക്കെ മുമ്പ് ചെറുപ്പകാലത്ത്, മനസ്സിലായോ പറഞ്ഞത്? തവാഫൊക്കെ ചെയ്ത് ഇങ്ങനെ കൂട്ടുകാരികളോട് കൂടെ മത്താഫിൽ മാറി ഇങ്ങനെ ഇരിക്കാണ്. ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. ചെറുപ്പകാലത്ത് അങ്ങനെ ഇരിക്കുന്ന നേരത്ത് അങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് അങ്ങനെ ഒരു യഹൂദി പുരോഹിതൻ ഖുറൈശി പെണ്ണുങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ വന്നു. ഒരു യഹൂദി പുരോഹിതൻ. എന്നിട്ട് അയാൾ ഇങ്ങനെ, യാ മഅശറ നിസാ ഖുറൈശ്, ഖുറൈശി പെണ്ണുങ്ങളെ, നിങ്ങളോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്, അതിനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു ഇയാള്. കൂട്ടുകാരികളെ കൂടെ ഇരിക്കാണ്. ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പൊ ഇയാള് വന്നിട്ട് പറഞ്ഞു, യാ നിസാ ഖുറൈശ്, ഖുറൈശി പെണ്ണുങ്ങളെ, ഒരു അത്യാവശ്യ കാര്യം നിങ്ങളോട് പറയാനുണ്ട്, അതിനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു ഈ യഹൂദി പുരോഹിതൻ. ഫൽതഫതത്തിൻ നിസ്വതു, അങ്ങനെ പെണ്ണുങ്ങളെല്ലാം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി, എല്ലാ പെണ്ണുങ്ങളും എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ്, യാ മഅശറ നിസാ ഖുറൈശ്, യാ ഖുറൈശി നേതാക്കന്മാർ, പെണ്ണുങ്ങളെ, ഇന്നഹു യൂസിഖു യൽഹറ നബിയ്യുൻ, നബി വെളിവാകാനുള്ള സമയം ആയിട്ടുണ്ട്. ഫഅയ്യതുകുന്ന ഇസ്തതഅത അൻ തകൂന ഫിറാശൻ ലഹു ഫൽതഫഅൽ, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ആ നബിക്ക് വിരിപ്പ് കൊടുക്കാൻ താല്പര്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ വിരിക്കാൻ ഒരുങ്ങിക്കോളി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഫിറാശ് വിരിക്കാറിന കട്ടിൽ തട്ടി വിരിക്ക, ഭാര്യയുടെ ഉത്തരവാദിത്തല്ലേ അത്? കട്ടിൽ തട്ടി വിരിച്ച് കിടക്കാൻ സൗകര്യം ചെയ്ത് ഫിറാഷ് കൊടുക്കാൻ അതിന്റെ മൈന എന്താ? ഒരു പെണ്ണ് ഫിറാഷ് കൊടുക്കാൻ അതിന്റെ മൈന എന്താ? ഭാര്യ ആകാൻ. ഫിറാഷ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഭാര്യ ആകാന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഈ യഹൂദിയായ ഈ പുരോഹിതൻ കഅബാലയത്തിന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ നടന്നു വന്നു. പെണ്ണുങ്ങൾ, ഖുറൈശി പെണ്ണുങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നു. എന്നിട്ട് അയാൾ അയാൾ വലിയ ശബ്ദത്തിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി, നബിയുൻ, നബി വരാനുള്ള സമയമായി കഴിഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളെ. നിങ്ങളെ കൂട്ടത്തിലെ വേറെ വിഭാഗത്തിൽ അങ്ങനെ വിരിച്ചു കൊടുക്കാൻ, ഇത് ഫിറാസൻ ലഹു തന്നെ. ഫിറാസൻ ലഹു, അദ്ദേഹത്തിനുള്ള വിരിപ്പാകാന്, അതായത് ആരെന്നെ? ഭാര്യയാണല്ലോ ഭർത്താവിന്റെ വിരിപ്പ്. ആ നബിയുടെ വിരിപ്പാകാൻ ആരെങ്കിലും പെണ്ണുങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണിനുള്ള ഭാഗ്യമുണ്ട്. അത് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ആ പുരുഷന് ആ നബിക്ക് വിരിപ്പാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ, ചെയ്യാൻ ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഈ പുരോഹിതൻ ഇങ്ങനെ നടന്നപ്പോൾ നിസ്വതു, സ്ത്രീകളെല്ലാം ആണ് ചിരിച്ചു. യഹൂദി മജ്നൂനും, ഇയാൾക്ക് എന്തോ ഭ്രാന്താണ്.
ഒരു വിവരമില്ലാത്ത വെറുതെ വർത്താനങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന മജ്നൂനിങ്ങളുണ്ടോ? അതിൽപ്പെട്ട ഒരാളാണ് എന്ന് വിചാരിച്ച് പെണ്ണുങ്ങളെല്ലാം ചിരിക്കാൻ തുടങ്ങി. ഇല്ല, ഖദീജ റളിയല്ലാഹു അൻഹ ചിരിച്ചില്ല. ആ ശബ്ദം പിന്നെ ഖദീജ ബിക്ക് ഒന്നും ഓർമ്മയില്ല. പിന്നെ ഖദീജ ബിക്ക് ഒന്നും പിന്നെ വർത്തമാനത്തിലൊന്നും ശ്രദ്ധിച്ചില്ല. ഇതിങ്ങനെ കേറി തലേക്ക് ആർക്ക്? ഖദീജ റളിയല്ലാഹു അൻഹ ഇതിങ്ങനെ കേറി. ഇതാ നബി വരാനായിട്ടുണ്ട്. ആരെങ്കിലും വിരിപ്പാകാൻ പെണ്ണുങ്ങളെ, ഖുറൈശി പെണ്ണുങ്ങളെ നിങ്ങളുടെ കയ്യിൽ ഭാഗ്യമുണ്ട്. നിങ്ങളിൽ ആരാ നബിക്ക് വിരിപ്പാകാനുണ്ടെങ്കിലും വിരിപ്പായിക്കോളും. ഇതിങ്ങനെ അത് ആഴത്തിൽ സ്വാധീനിച്ചു. ഫീ ഖൽബിഹ, ആരുടെ ഹൃദയത്തിൽ? ഖദീജ റളിയല്ലാഹു അൻഹ. ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാം കളിയാക്കാൻ തുടങ്ങി. മോശമായി പറഞ്ഞു. എല്ലാരും മോശമാക്കി പറയാം. എന്തോ അയാൾക്ക് അറിയാത്ത കാര്യം. എന്നാൽ യഹൂദി പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനെ ആഴത്തിൽ ആലോചിക്കും. എന്നും ഖദീജാബിയുടെ മനസ്സിൽ ഇത് വരും. പിന്നെ ഒരാളുടെ ഭാര്യയായി, അയാൾ മരിച്ചു, അയാളിൽ ഒരു കുട്ടി ഉണ്ടായി. പിന്നെ വേറൊരാളെ ഭാര്യയായി, അയാളും മരിച്ചു, അതിന് 2 കുട്ടി ഉണ്ടായി. മനസ്സിലായില്ലേ? പിന്നെ കല്യാണം ഒന്നും കഴിച്ചില്ല, പിന്നെ കച്ചവടക്കാരത്തിയായി. മനസ്സിലായില്ലേ? അപ്പോഴാണ് പിന്നെ എന്തുണ്ടാവണമെന്ന് അറിയോ? മൈസറത്തിനെയും കൂട്ടിയിട്ട് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അല്ല, അന്ന് 25-ാമത്തെ വയസ്സാ ആർക്ക്? റസൂലുള്ളാഹിക്ക്. അങ്ങനെ മൈസറത്തിനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്ത് കച്ചവടം വെച്ചു. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്ന മൈസറത്തിന് ഭയങ്കര ലാഭം കിട്ടിയിട്ടുണ്ട്. പക്ഷെ മൈസറത്തിന് പറയാനുള്ളത് ലാഭമൊന്നും അല്ല. എന്താണ് മൈസറത്തിന് പറയാനുള്ളത്? അത്ഭുതങ്ങളാണ്. ഈ മനുഷ്യന്റെ കൂടെ പോയപ്പോൾ ഈ മനുഷ്യനെ തണലിട്ടുകൊണ്ട് പിന്നാലെ നടക്കുക. എന്ത് മേഘങ്ങൾ. ഞാൻ അത്ഭുതമാണ് കണ്ടത് യജമാനത്തെ എന്ന് പറയാൻ വേണ്ടി വരികയാണ്. പിന്നെ ഒരു കാര്യം ഓർമ്മയില്ല. അപ്പോഴത്തിന് ഇങ്ങോട്ട് കൂട്ടും. എന്ത്? നിങ്ങൾ വിചാരിച്ച പ്രേമല്ലത്. ഇപ്പോൾ കുറച്ച് പ്രേമത്തിന്റെ കളി നടക്കുന്നുണ്ട്. മനസ്സിലായില്ല? ഇപ്പൊ ഖദീജ ബീവി നബിയെ പ്രേമിച്ചു എന്ന് പറഞ്ഞൊരു വർത്തമാനം നടക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച വാട്സപ്പിലെ പ്രേമല്ലത്. നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് വിഷയം മനസ്സിലായോ? നിങ്ങൾക്ക് വിഷയം. അപ്പൊ ഇവിടെ എന്താ ലക്ഷ്യം? നബിയുടെ ഭാര്യ ആകണം. ആർക്ക്? ഖദീജക്ക്. അതിന് ഏകദേശം യോഗ്യൻ ആരെന്നെയാണ്? അല്ലമീനാണ്. മൈസറത്ത് വന്ന് പറയും ചെയ്തു. എന്ത്? അന്ന് നബി ആയിട്ടില്ല, പിന്നെ 15 കൊല്ലം കഴിഞ്ഞ നബിയാണ്. ഏതെങ്കിലും കാലത്ത് മക്കയിൽ ഒരു നബി ആവാണെങ്കിൽ അത് ഉമ്മയ്യത്ത് ബിൻ അബീ സൽത്താണ് എന്നാണ് ദാറുന്നതുവിന്റെ തീരുമാനം. എന്നാൽ അത് മുഹമ്മദ് ആയിരിക്കുന്നതാണ് ആരുടെ തീരുമാനം? ഖദീജയുടെ. ആ ബുദ്ധി ഖദീജയ്ക്ക് ഉള്ളാനും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഉമ്മയ്യത്ത് ബിൻ അബീ സൽത്ത് ഖാൻ അയ്യകൂന നബിയ. ഉമ്മയ്യത്ത് ബിൻ അബീ സൽത്ത് ആയിരിക്കും നബിയാവുക എന്ന പ്രതീക്ഷയിലായിരുന്നു മക്കക്കാർ. കാരണം തറവാട്ട് വിവരങ്ങൾ, ജോഗ്രഫിക്കൽ ജ്ഞാനങ്ങൾ, ഹിസ്റ്റോറിക്കൽ വിവരങ്ങൾ മക്കയിൽ ഏറ്റവും അറിയുന്ന ആളാരാ? ഉമ്മയ്യത്ത് ബിൻ അബീ സൽത്താണ്. ഇതോ വിവരമില്ലാത്ത ആളാണ്. ഉമ്മിയാണ്, പൂർണ്ണമായി ഉമ്മിയാണ്. അപ്പൊ ഈ മനുഷ്യൻ നബിയാണെന്ന് ആരും പ്രതീക്ഷിക്കൂല. ഒരു വിവരമില്ലല്ലോ. ആർക്ക്? പറ, ആർക്ക്? മുഹമ്മദ് മുസ്തഫ. ഉമ്മയല്ലേ? ഉമ്മാന്റെ മടിത്തട്ടെന്ന് കേട്ടതല്ലാത്ത, ഒരു സ്കൂളിൽ മദ്രസയിൽ പോകാത്ത ആളല്ലേ? ആര്? മുഹമ്മദ് മുസ്തഫ. മക്കക്കാർക്കൊക്കെ കവിത അറിയും, കവിതയും സാഹിത്യവും അറിയാത്ത ഒരാളുണ്ടെങ്കിൽ അതാരാ? മുഹമ്മദ് മുസ്തഫ. അപ്പൊ എല്ലാരും കാത്തിരുന്നത് ഉമ്മയ്യത്ത് ബിൻ അബീ സൽത്ത് നബിയാവുന്നാണ്. എന്നാൽ ഖദീജയുടെ കണക്കൂട്ടത്തിൽ ആരായിരുന്നു? റസൂലുള്ളാഹി. എന്നാൽ അപ്പോഴൊന്നും പ്രത്യക്ഷപ്പെട്ടില്ല. പിന്നെ 15 കൊല്ലം ക്ഷമിക്കാണ്. ആര്? ഖദീജ ബീവി. ഖദീജ ബീവി ഉറപ്പിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് വേഗം വന്ന ഉടനെ തന്നെ സത്യസന്ധനായ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു അക്കാലത്ത്, വറഖത്ത് ബിൻ നൗഫൽ. വറഖാന്റെ അടുത്തേക്ക് വേഗം കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അത് മൂസന്റെ അടുത്ത് വന്ന ആൾ തന്നെയാണ്. ഇത് വരുന്നോട് കൂടെ വറഖന്റെ അടുത്ത് പോണതിന് മുമ്പ് തന്നെ ആര് പറഞ്ഞിട്ടുണ്ട്? ഖദീജ പറഞ്ഞിട്ടുണ്ട്, പേടിക്കണ്ട, നിങ്ങളൊന്നും നബിയാവാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇനി സംശയത്തിനൊന്ന് ദൂരീകരിക്കാൻ നമുക്ക് വറഖന്റെ അടുത്തൊന്ന് പോവാം. വറഖന്റെ അടുത്ത് പോണതിന് മുമ്പ് തന്നെ. കാരണം നേരത്തെ എല്ലാരും അയാളെ കളിയാക്കി. കഅബന്റെ അടുത്ത് വന്ന് പറഞ്ഞ ഈ പണ്ഡിതനെ കളിയാക്കി. എന്നാ കളിയാക്കാൻ തോന്നിയില്ല ആർക്ക്? ഖദീജയ്ക്ക്. ആരാണ് വിരിപ്പാകാൻ ഒരുങ്ങാ? ചെയ്തോളിൻ. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ വന്ന് നിങ്ങളെ കൂട്ടത്തിൽ ഒരു ആരാണ് ഇന്നാളിന്റെ പുരുഷന് വിരിപ്പാകാന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ ചിരിക്കൂലേ? പെണ്ണുങ്ങൾ കളിയാക്കൂലേ? നിങ്ങൾ പോയി കാക്കാൻ നിങ്ങളെ പണി നോക്കി പറഞ്ഞത് അങ്ങനെയല്ലേ പറയാ? എന്നാൽ അത് അന്ന് മുതൽ ഇങ്ങനെ
ഇങ്ങനെ ഓർത്ത് നടക്കാണ് ആര്? അപ്പോൾ ഖദീജ മൈസറത്ത് തിരിച്ചു വന്ന് പറയുമ്പോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോ എന്തുണ്ടല്ലോ, ഖദീജ ബീവി നബിയെ പ്രേമിച്ചെന്നത് വർത്താനല്ലേ, അത് സിനിമ പാട്ട് വരെയല്ലേ? അതിന് യഥാർത്ഥമായ ന്യായീകരണം ഇപ്പൊ ഞാനീ പറയുന്നത്. അതായത് സിനിമക്കാർ പറഞ്ഞ വിഷയമല്ലത്. പറഞ്ഞത് മനസ്സിലായില്ലേ? തലക്ക് കൊടുക്കണം കേട്ടോ ഞാൻ ഈ പറഞ്ഞ. ഇവിടെ ചരിത്രം അവർ മനസ്സിലാക്കിയില്ല. എന്തുകൊണ്ടാണ് ഖദീജ പ്രേമിച്ചത്? ഖദീജ പ്രേമിച്ച ശരീരം ഇങ്ങനത്തെ ഒരു ശരീരം കിട്ടുമെന്നതല്ല, നല്ല യൗവനമുള്ള ഒരാളെ പുതിയാപ്പിളാക്കാനല്ല. പിന്നെന്താണ്? ഇവിടെ ആ പുരോഹിതന്റെ വാക്ക് പോലും പറയും ചെയ്തിട്ടുണ്ട്. ഇയാളെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആ ആൾക്ക് വിരിപ്പാവുന്നതാണെങ്കിൽ വിരിപ്പാകാൻ ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും കളിയാക്കിയിട്ടും കളിയാക്കാൻ ആർക്ക് തോന്നിയില്ല. അപ്പൊ അന്ന് വിരിപ്പാകാൻ ഒരുങ്ങി നടക്കാൻ ആര്? ഖദീജ. അതുകൊണ്ടാണ് ആദ്യത്തെ ഭർത്താവ് മരിച്ചത്. അവസരം ഒരുങ്ങാണല്ലോ. രണ്ടാമത്തെ ഉണ്ടായി, മനസ്സിലായില്ലേ? അതും ആ ഭർത്താവ് മരിച്ച്. ആ കുട്ടികളൊക്കെ പിന്നെ മുസ്ലിം ആവുന്നുണ്ട്. ആ കുട്ടികൾ വന്നിട്ട് പിന്നെ പിൽക്കാലത്ത് ചരിത്രമൊക്കെ പറയും ഇൻഷാ അല്ലാഹ്. ആ കുട്ടികൾ പിന്നെ അഭിമാനത്തോടു കൂടെ പറയാറുണ്ട്, എന്ത് ഞങ്ങളുടെ സുൽത്താൻ മക്കളാണ്. പറയാലോ, ഞങ്ങൾ ആരെന്നെയാ. ഖദീജ ബീവിയുടെ മറ്റ് മക്കൾ പിൽക്കാലത്ത് വന്ന് മുസ്ലിം ആവുന്നുണ്ട്. എന്നിട്ട് അവര് പറയുന്നുണ്ട് ഞങ്ങളുടെ സുൽത്താൻ മക്കളാണ്. കാരണം റസൂലുള്ളാഹിന്റെ ഭാര്യയല്ലേ ഞങ്ങളമ്മ. അപ്പൊ ഞങ്ങൾ ആയ മക്കളാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മക്കളാണ്. അഭിമാനം പറയും, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മക്കളാണ്, ഖദീജയുടെ മക്കളാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മക്കളാണ് എന്ന് അഭിമാനം പറയാറുണ്ട് പിൽക്കാലത്ത് ഈ കുട്ടികള്. ചിന്തിക്കണം. അവരെ റസൂൽ വല്ലാതെ ബഹുമാനിക്കുകയും ചെയ്യും. കാരണം ആരെ മക്കളാണ്? ഖദീജ എന്ന റസൂലുള്ളാഹിന്റെ പ്രേമഭാജനല്ലേ. ഈ പ്രേമത്തിന്റെ അടിസ്ഥാനം എന്താ? റസൂലുള്ളാഹിക്കോ ശരീരത്തോടുള്ള ആഗ്രഹമല്ല. റസൂലുള്ളാഹിക്ക് ആരും പെണ്ണുങ്ങളെ കൊടുക്കുമല്ലോ. കാരണം മക്ക കണ്ട ഏറ്റവും വലിയ ലോകം കണ്ട സുന്ദരനല്ലേ ആര്? മുഹമ്മദ് മുസ്തഫ. നേടിയിട്ടേളോ, നഷ്ടപ്പെടുത്തിയിട്ടില്ല. എവിടേക്ക് മുഹമ്മദ് പോയാലും നേട്ടം കൊണ്ടേ വരുള്ളൂ. അപ്പൊ കയ്യിലുള്ളതൊക്കെ തൊലച്ചറിഞ്ഞ ആളാണോ? അല്ല. ആരെങ്കിലും ലാഭം ഉണ്ടാവാത്ത ആളാണെങ്കിൽ മുഹമ്മദിനൊപ്പം കൂടി എന്താവും? സ്വല്ലല്ലാഹു ലാഭം ഉണ്ടാവും. അപ്പൊ എല്ലാ നിലയിലും ഒരു മഹാസ്ഥാനത്തുള്ള ഒരാൾക്ക് ആരെ പെണ്ണുകൊടുക്കാത്തത്? പിന്നെ എന്തിനാ ഖദീജ? ഖദീജന് യോഗ്യാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞതിന് എന്തല്ല? ശരീരാഗ്രഹമല്ല. ഖദീജ ബി പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുമല്ല? ശരീരത്തോടുള്ള ആഗ്രഹമല്ല. എന്ത്? ഖദീജ ബിക്ക് നേരത്തെ ഒരു വിവരമുണ്ട്. ഇവിടെ ആര് വരുന്നുണ്ട്? നബി വരും. അതിനകത്ത് യോഗ്യനായ ഒരാളുണ്ടെങ്കിൽ അത് ആരായിരിക്കും? അല്ലമീന്. അപ്പോഴാണ് മൈസറത്തിന്റെ കൂടെ കച്ചവടത്തിന് പറഞ്ഞത്. തിരിച്ചു വന്ന മൈസറത്ത് പറയുകയും ചെയ്തു, അത്ഭുതങ്ങൾ കണ്ടതാണ് പറഞ്ഞ്. അപ്പൊ ഉറപ്പിച്ച് ഇതാരെന്നെ? നബി തന്നെ. അപ്പോഴാണ് പിന്നെ അബൂ താലിബിന്റെ അടുത്തേക്ക് പറഞ്ഞ ഷോക്ക്. അല്ലാതെ നിങ്ങൾ പാട്ട് പറഞ്ഞ കളി കളിക്കണ്ട. പാട്ട് പറഞ്ഞ കളിയല്ല കളി, സിനിമക്കാരെ പറഞ്ഞ കളിയല്ല കളി. എന്നാ പ്രേമണ്ടായിട്ടുള്ള കാര്യം ഉറപ്പാണ്. അത് എന്തല്ല ശരീരത്തോടല്ല. വിരിപ്പാവുക ആർക്ക്? നബി വരാനുള്ള സമയമായിട്ടുണ്ട്. ആരെങ്കിലും നബിക്ക് വിരിപ്പാകാനുള്ളവർ വിരിപ്പായിക്കോളൂ എന്ന് പറഞ്ഞു ആ യഹൂദി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ഖൽബ് ശുദ്ധിയാക്കുക. അനാനിയത്ത് ഖൽബിന്ന് എടുത്തടകളാണ്. ഞാൻ എന്ന ഭാവം എടുത്തു കളഞ്ഞാലല്ലാതെ ഒരിക്കലും ആത്മീയത ഷുർബാൻ കഴിയില്ല. ദീന് 3 കാര്യമാണ്. അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ. ദീൻ 3 കാര്യമാണ്. ഇസ്ലാം 5 എണ്ണം, ഈമാൻ 6 എണ്ണം. ഇഹ്സാൻ എന്താണ് കുട്ടികളെ? അൻ തഅബുദല്ലാഹ കഅന്നക തറ. ഖൽബിന്റെ മിർആത്തിൽ അല്ലാഹു എന്ന ആ ദിക്ർ പതിയ. അതിന് ഖൽബിന്ന് ആരെ കളയണം? ഇബ്ലീസിന്റെ പശണ്ട്. ഇബ്ലീസിന്റെ പശയാണ്. എവിടെ ചെന്നാലും ഓൻ ആ പശ ഒട്ടിക്കും. ഓന്റെ പശ എന്താ? അബാ വസ്തക്ബറ വകാന മിനൽ കാഫിർ. ഇബ്ലീസ് ഒരു സ്ഥലത്താണ് ഇരിക്കലിന് ഓന്റെ പശ അവിടെ തേക്കും. ഓന്റെ പശയാണ് എന്ത്? കിബർ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അനാന്യത്തെ ഖൽബിന് ബലിഷ്ഠത കളയണം. എന്നിട്ട് വരി. എന്നാ ഇവിടുന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴത്തേനും ഒക്കെ ഔലിയാക്കന്മാരായി മരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആദ്യ ഉറപ്പാണ് കുട്ടികളെ, അള്ളാഹിന്റെ ഔലിയാക്കന്മാരായി നമുക്ക് മരിക്കണം. അള്ളാഹിന്റെ മെഹബൂബിങ്ങളായി മരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖൽബിന്റെ ആ ഒരു ഖിലാഫ് അള്ളങ്ങട്ട് തുറന്നിട്ട് പൊട്ടിച്ചു തരണം. എന്നിട്ട് അതിന്റെ ഉള്ളിൽ അള്ളാഹു തല നൂറാട് കയറ്റി തരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി എന്ത് വേണം? ഇബ്ലീസിന്റെ ഭാഷ ഖൽബിൽ ഉണ്ടാകരുത്. ഞാൻ അത് ചിന്തിക്കുക. ഏത് ദിക്റിനെയും അത് കെടുത്തിക്കളയും. ചിലർ ദിക്റേലും നമ്മളൊക്കെ തന്നെ. പക്ഷെ അനാനിയത്ത് മുന്നിലുണ്ടാവും. ഞാൻ അള്ളാഹു കാക്കട്ടെ. 1000 പറ പാല് കറന്നിച്ചിട്ട് എന്താണ് കാര്യം? ഒരു കുഞ്ഞനൊന്ന് മൂത്രിച്ച കഴിഞ്ഞില്ലേ? 1000 പറ പാലുണ്ട്. പക്ഷെ കുഞ്ഞൻ മൂത്രിച്ച് ഇനി നടക്കൂല. കഴിഞ്ഞ്
മുത്തനജ്ജിസിനെ ത്വാഹിറാക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ തീട്ടമായ പാലിനെ ത്വാഹിറാക്കാനുള്ള വകുപ്പ് ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കഴിഞ്ഞ് അള്ളാഹു കാക്കട്ടെ. അപ്പൊ എന്ത് വേണം? കൽബെന്ന് അനാനിയത്ത്, ഞാൻ 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 മറ്റേറിയാണ് ഞാൻ 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 ഞാൻ. ചില നമ്മളൊക്കെ തന്നെ ദിക്റിയല്ലോ, പക്ഷെ നമ്മൾ നിലത്തുനിന്നാണ് പൊന്തൂല, അവിടെ തന്നെ നിലത്തുനിന്നാണ് കയറൂല. എന്തുകൊണ്ട്? കൽബിൽ എന്തുണ്ടാവും? കനം വെച്ചിട്ടുണ്ടാവും, കട്ടി, വലിയ കട്ടി ഉണ്ടാവും, 1000 കിലോത്തിന്റെ കട്ടി ഇവിടെ ഉണ്ടാവും. അതെന്താ? പറ, ഞാൻ 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 ഞാൻ. അതണ്ട് എറിയണം. അത് എറിഞ്ഞിട്ട് വരി, ഞാനും നിങ്ങളും അതെറിഞ്ഞ് വരിക. ഇവർക്ക് അതൊന്നും ഇല്ലല്ലോ. അപ്പൊ അള്ളാഹു പോലെ തെരഞ്ഞെടുത്തു. നമ്മൾക്കും അതില്ലാതായ അള്ളാഹ് നമ്മളെ തെരഞ്ഞെടുക്കും. അള്ളാഹു നീതിമാനാണ്. അള്ളാഹ് ഇന്നാലിനാളെ തെരഞ്ഞെടുക്കാൻ പാടില്ല എന്നില്ല. ആരെ തെരഞ്ഞെടുക്കണമെങ്കിലും ഇബ്ലീസിന്റെ ഭാഷ ധരിച്ച് നടക്കരുത്. ഇബ്ലീസിനെ അള്ളാഹ് ഒഴിവാക്കിയതാണ്. ഓന്റെ കമ്പനിയത്തെ പശയാണ് ഒഴിവാക്കിയതാണ്. ഓന്റെ കമ്പനിയത്തെ പശയാണ് എന്ത്? അഹങ്കാരം. അള്ളാഹു തആല അത് ഒഴിവാക്കാൻ നമുക്ക് തൗഫീഖ് തരും. നിലത്തുനിന്ന് കൊണ്ടൂല. എത്ര ദിക്റിയല്ലാലും നിലത്തുനിന്ന് കൊണ്ടൂല. ഒരു ദിക്റിയില്ലെങ്കിലും നിലത്തുനിന്ന് കൊണ്ടു. ചിലപ്പോൾ ലാ ദിക്ർ ദിക്റാവും, ചിലപ്പോൾ ദിക്ർ ലാ ദിക്റാവും, ചിലപ്പോൾ ലാ ദിക്ർ ദിക്റാവും, ഒരു ദിക്റുമില്ല, എന്നാൽ അതൊരു ദിക്റാണ്. എന്ത്? ദിക്റുല്ലാഹ്. ആരെ പറ്റി? അള്ളാഹിനെ പറ്റി. അള്ളാഹു തൗഫീഖ് തരട്ടെ. 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 അള്ളാഹു തൗഫീഖ്. ബിലാൽ പാപ്പാന്റെ ദിക്ർ എന്തായിരുന്നു? തവളയും മക്കളും ഹാളിർ, തവളയും മക്കളും ഹാളിർ. ഏതെങ്കിലും കിതാബിലുണ്ടോ? ഏതെങ്കിലും കിതാബുണ്ടോ? ഏതെങ്കിലും കിതാബുണ്ടോ? ഏതെങ്കിലും കിതാബിലുണ്ടോ തവളയും മക്കളും ഹാളിർ ദിക്റാവുക? അല്ലാഹു അല്ലാതെ ഖൽബിൽ ഒന്നുമില്ലാത്ത ആള് എന്ത് പറഞ്ഞാലും ദിക്റായിരിക്കും. ചായ നടന്ന ദിക്റാവും, കഞ്ഞി നടന്ന ദിക്റാവും. ഞങ്ങളെ 2ാം ക്ലാസ്സൊക്കെ പൊന്തിക്കാണ്. 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ് കയറ്റണ്ടേ? എന്നൊക്കെ പറഞ്ഞോ. അല്ലാഹ് എന്ന വിചാരമില്ലാത്തവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല ദിക്റാവൂല. കൽബില് ഇബ്ലീസിന്റെ പശയുടെ ഹിജാബ് ഒട്ടിച്ചോൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താവൂല? ദിക്റാവൂല. എന്നാൽ കൽബിൽ ആ പശല്ല, അല്ലാഹേ ഉള്ളൂ. അങ്ങനത്തെ ഒരാൾ ചായ എന്ന് ദിക്റാ, കഞ്ഞി എന്ന് ദിക്റാ, അമേരിക്ക എന്ന് ദിക്റാ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അവിടേക്ക് നിങ്ങൾ എത്തും ഇൻഷാ അല്ലാഹ്. അള്ളാന്റെ മഹബീങ്ങളും മഹബൂബീങ്ങളുമായ ഔലിയാക്കൾ തൊള്ള തുറന്നൊരു വർത്താനം പറഞ്ഞാൽ എന്താണ്? തൊള്ള പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ ഒക്കെ എന്തെന്നെയാണ്? ദിക്റാണ് ചങ്ങായിമാരെ. കാരണം അവരെ കൽബിൽ ആരേ ഉള്ളൂ? മാഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ പറയുക? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. ജല്ലല്ലാഹ്, അവൻ ഏറ്റവും വളർന്ന ജലീലായ റബ്ബാണ്. മാഫീ ഖൽബി ഗൈറുല്ലാഹ്, എന്റെ കൽബിൽ അല്ലാത്ത വേറെ ഒരാളും ഇല്ല. കൽബിൽ ആരേ ഉള്ളൂ? അല്ലേ ഉള്ളൂ. കൽബിൽ ആരേ ഉള്ളൂ. എത്ര കാലായി ചെല്ലാൻ തുടങ്ങിയിട്ട്. നമുക്കത് തൊള്ളോണ്ടുള്ള പറച്ചിലല്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹ് മതി, അവൻ ഏറ്റവും വളർന്നയായ റബ്ബാണ്. മാഫീ ഖൽബി ഗൈറുല്ലാഹ്, മാഫീ ഖൽബി ഗൈറുല്ലാഹ്, അല്ലാഹ് അല്ലാത്ത ഒരാൾ എന്റെ കൽബിൽ ഇല്ല. പിന്നാലും നൂറ് മുഹമ്മദ്, മുഹമ്മദിന്റെ നൂറും. അതെന്താ? അള്ളാഹുവിന്റെ ഓഫീസിൽ നിന്ന് ഇബാദിനെ ഏറ്റെടുക്കാൻ വേണ്ടി ഇബാദിന്റെ കൽബിലേക്ക് വിടുന്ന കയറാണ് നൂറ് മുഹമ്മദ്. അല്ലാഹ് ആ നൂറ് മുഹമ്മദാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരണം. നൂറ് മുഹമ്മദാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂറ് മുഹമ്മദാ ആണ്. എന്ത് ഞാൻ പറഞ്ഞത്? എന്ത് പറഞ്ഞ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂറ് മുഹമ്മദാണ്. ഒന്നാമത്തെ കലിമത്തും മുഹമ്മദ് മുസ്തഫ എന്നാണ്, 2ാമത്തെ കലിമത്തും മുഹമ്മദ് മുസ്തഫയാണ്. അതന്നെ ദീന്. അതിന്റെ അപ്പുറം ഹബ്ബത്തു ഖർദലില്ല ദീന്. അങ്ങനെ തൂക്കം ദീൻ ഉണ്ടാവില്ല. അതന്നെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ ആരിഫ് മുണ്ടാതിരുന്ന ദിക്റാണ്. നമ്മൾ മുണ്ടിയ ദിക്റല്ലേനും. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള മൂണുങ്ങളാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇടക്കിടക്കൊന്ന് ബാധിച്ചു നോക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ. ഒരു കൂട്ടക്കാരുണ്ട് മൗലൂദ് ഓതുന്നു. അതിന്റെ ഇടക്കിടക്ക് പറയും നാസ്താക്കാതെ പോകുന്നതാണ്. ഞാൻ എങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, ഞാൻ ഇവരെ കൂട്ടത്തിൽ പെട്ടല്ലോ റബ്ബേ, ഇന്ന് പെട്ടുവല്ലോ പഠിച്ചോനെ. അള്ളാഹ് റസൂലിന്റെ മൗലൂദ് ഓതുക. എന്നിട്ട് എന്ത് പറയാ? നാസ്താക്കാതെ പോന്നതാണ്. അയ്യേ, ഈ കൊല്ലം ഞാൻ പങ്കെടുത്ത വളരെ വിഷമമുള്ള ഒരു സദസ്സായിരുന്നു. ഞാനത് മുറിച്ചവിടെ. ഈ ഒരു മൂമിനായ മനുഷ്യന് മൗലൂദിനേക്കാൾ വലിയ ഭക്ഷണം എന്താ?
ആരെ പറ്റിയാ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ. മങ്കൂസ് ഒരു അരിയിൽ ഓടുമ്പോഴത്തേന് പള്ളിയിൽ വേദനയായി. ഇതെന്താ പറയുന്നത്? നാസ്താക്കാതെ പോയതാണ്. ഇവന്റെ കൽബിൽ എങ്ങനെ അള്ളി റസൂലും കയറുന്നു? അള്ളാഹു കാക്കട്ടെ. എങ്ങനെ അള്ളി റസൂലും കയറാനാണ്? മനസ്സിലാവേണ്ട കുട്ടികളെ. ഞാൻ ഈ കൊല്ലം പങ്കെടുത്തിട്ടുണ്ട് അങ്ങനത്തെ സദസ്സിൽ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? മുഹമ്മദീയത്തിന്റെ ലദ്ദത്ത് കൽബിൽ കയറിയിട്ടില്ലെങ്കിൽ ഈമാന്റെ വശം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ എന്ത് വേണം? ഈ ഒരു ശക്തിയിൽ വരണം. അത് തന്നെ നമുക്ക് റസൂലുള്ളയാണ് അഭയം. സ്വല്ലല്ലാഹു. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാണ്. മുഹമ്മദ് റസൂലുള്ളാണ്. നമുക്ക് ഉസ്റത്തുൻ ഇലാ റബ്ബിനാ. അല്ലാഹ് നമ്മൾ ദിക്റല്ല, ദിക്റല്ല. അവർ ദിക്ർ അല്ലാതെ പറഞ്ഞാലും എന്താണ്? ചോറ് കൊണ്ടുവരാണോ? അതും ദിക്റാണ്. കഞ്ഞി കൊണ്ടുവരാണോ? അതും ദിക്റാണ്. നമ്മൾ കുറച്ച് താടിവാലന്മാരും തലയെ കെട്ടിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും ഇവിടേക്ക് ഷുർബൂല. നമുക്ക് മോലാളിമാരെ ഉറുപ്പേ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു. ഒരുപാട് സയ്യിദന്മാർ വേറെ ഈ ക്ലാസ്സിലുണ്ട്. സയ്യിദന്മാർ ഈ ക്ലാസ്സിൽ വരികയും വേണം. ഇത് നിങ്ങളെ കുടുംബമാണ്. ഇതൊരു അടിത്തറയാണ്. ഇതിൽ ഖദീജ ബീവി മുതൽ ബഹുമാനപ്പെട്ട ഹൈദർ ശിഹാബ് തങ്ങൾ വരെയുള്ള ചരിത്രം നമ്മൾ പറയും. ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ 10 കൊല്ലം എടുക്കും, ചിലപ്പോൾ 15 കൊല്ലം എടുക്കും. എന്നാൽ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. പടച്ചോനെ ഞങ്ങളെ കാക്കണം റബ്ബേ. ഈ ദുനിയാവിലെ ഇന്ന് മോശപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളെ ഉള്ളു വളരെ പോക്കാണ്. പക്ഷേ ശുദ്ധീകരിക്കാൻ കഴിയുന്നവനായ നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബേ. അത് പൂർണ്ണമായി പൂർണ്ണമായി പ്രവേശിക്കണമെന്ന് പറഞ്ഞില്ലേ? പൂർണ്ണമായി നിന്നെ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റബ്ബേ.